നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ. ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും സിവിൽ സർവീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന ഏകദിന പണിമുടക്ക് വടക്കാഞ്ചേരിയിൽ പൂർണ്ണം. തലപ്പള്ളി താലൂക്കിലെ 95% ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുത്തു. അതേസമയം പണിമുടക്ക് തള്ളിക്കളഞ്ഞ് ജോലിക്ക് ഹാജരായ ജീവനക്കാർക്ക് അഭിവാദ്യം അർപ്പിച്ച് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസ് പരിസരത്ത് പ്രകടനം നടത്തി. ഓൺലൈൻ വഴി ജോലി വാഗ്ദാനം ചെയ്ത് 12 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി ആനക്കര വില്ലേജിൽ ചക്കുപാലം അമ്പലമേട് കയത്തുങ്കൽ 21 വയസ്സുള്ള ഷാനാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരി എങ്കക്കാട് റെയിൽവേ ഗേറ്റിനും മാരാത്തൂന്ന് ഗേറ്റിനും ഇടയിലുള്ള പാലത്തിന് സമീപം അജ്ഞാത മൃതദേഹം കണ്ടെത്തി. തലയോട്ടി വേറിട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെക്കിങ്കര ഗ്രാമപഞ്ചായത്തിന് നൽകിയ വനിതാ ജിമ്മിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 6.15 കോടി രൂപ അനുവദിച്ചതായി UR പ്രദീപ് MLA അറിയിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകളിലായി 29 ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനാണ് തുക അനുവദിച്ചത്.